കുഞ്ഞാലിക്കുട്ടി സാഹിബ് തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെ രാജിവെച്ച് തിരിച്ചു വന്നത് പാർട്ടിയിലുള്ള അണികളുടെ വിശ്വാസം, ജനാധിപത്യ കേരളത്തിൻ്റെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും അത് UDFൻ്റെ പരാജയത്തിലേക്ക്, വോട്ട് ചോർച്ചയിലേക്കൊക്കെ എത്താനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണങ്ങളാണ്. നമസ്കാരം. MSFൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ലത്തീഫ് തുറയൂരാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ഹരിതയിലെ പെൺകുട്ടികളെ ലൈംഗികമായി അധിക്ഷേപിച്ച വിഷയത്തിൽ ആ കുട്ടികൾക്കൊപ്പം ശക്തമായ നിലപാട് സ്വീകരിച്ച് ഉറച്ചു നിന്ന നേതാവ് കൂടിയാണ് ലത്തീഫ്. സ്വാഗതം. നമസ്കാരം. കഴിഞ്ഞ കുറേ കാലങ്ങളായി MSF ആണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് MSFനകത്ത് നടക്കുന്നത്? MSFൻ്റെ പ്രസിഡൻറ്റിൻ്റെ ഭാഗത്ത് ഇത് ഞങ്ങളൊരു വലിയ പോരാട്ടം നടത്തിയതോ വലിയൊരു നിലപാട് പറഞ്ഞതോ അല്ല. ഞങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിച്ചതാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകർ, ഞങ്ങളുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് അഭിമാനകരമായ അസ്തിത്വമാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകന്മാർ, ഹരിതയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, അവർക്ക് ചില പ്രയാസങ്ങൾ നവാസിൻ്റെ ഭാഗത്തു നിന്ന്, ഒരിക്കലും ഒരു പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലാത്ത ചില പരാമർശങ്ങൾ ഉണ്ടായ സമയത്ത് അവർ പാർട്ടിക്ക് പരാതി കൊടുത്തു. അവർ പറഞ്ഞത് സത്യമാണെന്നും അവർക്ക് നീതി ലഭിക്കണമെന്നും ഉറച്ച ഒരു തീരുമാനത്തിൽ ഞങ്ങളുണ്ടായിരുന്നു അവസാന സമയം വരെ. അത് മുഴുവനായിട്ടും പാർട്ടിക്കകത്താണ് പറഞ്ഞത്, പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത് വരെ. ഈ ഹരിത പെൺകുട്ടികളെ നവാസ് അധിക്ഷേപിക്കാനിടയായ സാഹചര്യം, ആ യോഗത്തിൽ താങ്കളുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു ആ സാഹചര്യം? ആ യോഗത്തിൽ ജനറൽ സെക്രട്ടറി ഞാനായിരുന്നു. ആ യോഗത്തിൻ്റെ സ്വാഗതം പറഞ്ഞതും മിനിറ്റ്സ് രേഖപ്പെടുത്തി വെച്ചോ ഒക്കെ ഞാൻ തന്നെയായിരുന്നു. അങ്ങനെ നവാസ് പരാമർശിക്കാനുണ്ടായൊരു കാരണം, മലപ്പുറം ജില്ലയിൽ നവാസ് വരുന്നത് തന്നെ ജനാധിപത്യ അട്ടിമറിയിലൂടെയാണ്. നവാസ് MSFൻ്റെ പ്രസിഡൻ്റായി കടന്നു വരുന്നത്. സമാനമായ രൂപത്തിൽ ഹരിതയുടെ ഒരു ഭരണഘടനാ പ്രകാരം, MSFൻ്റെ ഒരു ഭരണഘടനാ പ്രകാരം ഹരിതയുടെ കമ്മിറ്റി രൂപീകരിക്കേണ്ടത്, ജില്ലാ കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിന് നേതൃത്വം കൊടുക്കേണ്ടത് സംസ്ഥാന കമ്മിറ്റിയാണ്. നാളിതുവരെ അങ്ങനെയാണ് നടന്നു വന്നത്. മറ്റു ജില്ലകളിലൊക്കെയും കമ്മിറ്റി രൂപീകരിച്ചത് ഹരിതയുടെ സംസ്ഥാന കമ്മിറ്റിയാണ്. ഹരിതയുടെ സംസ്ഥാന കമ്മിറ്റി അറിയാതെ, അവരോട് ചർച്ച ചെയ്യാതെ, MSFൻ്റെ ഹരിതയുടെയോ നേതൃത്വത്തിലൊന്നും ഇല്ലാതിരുന്ന തൊഹാനി എന്ന് പറയുന്ന ഒരു കുട്ടിയെ, യഥാർത്ഥത്തിൽ നവാസ് പഠിക്കുന്ന കോളേജിലെ അധ്യാപിക കൂടിയാണ് ആ കുട്ടി, അവരെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നവാസ് ഹരിതയുടെ ജില്ലാ പ്രസിഡൻ്റായി പ്രഖ്യാപിക്കുകയാണ്. അതിന് കൃത്യമായി ജനാധിപത്യപരമായി ഹരിതയുടെ സംസ്ഥാന കമ്മിറ്റി ചോദ്യം ചെയ്യുകയും അതിനു മുമ്പ് വലിയ രൂപത്തിലുള്ള ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വിഷയങ്ങൾ ഉച്ചയ്ക്ക് ശേഷം, അന്ന് രാവിലെ തുടങ്ങിയതാണ് യോഗം, രാവിലെ മുഴുവനായിട്ടും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നടന്നത്. ഉച്ചയ്ക്ക് ശേഷത്തെ യോഗത്തിൽ നവാസ് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ഇനി ഈ യോഗത്തിൽ ഒറ്റ അജണ്ട മാത്രമാണുള്ളൂ, അത് ഹരിതയുടെ വിഷയമാണ്. ചില പരാമർശങ്ങളൊക്കെ നടത്തി പിന്നീട് നവാസ് പറയുന്നത്, വേശ്യക്കും വേശ്യതായ ന്യായീകരണം ഉണ്ടാവുമല്ലോ, നെജുമ പറയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നെജുമയെ ക്ഷണിക്കുന്നത്. ആ സമയത്ത് തന്നെ ആ സഭക്കകത്ത്, ആ യോഗത്തിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് നെജുമ സംസാരിക്കുന്നതിനിടയിലും നവാസ് വീണ്ടും തട്ടിക്കയറുന്നു. 30 ആൺകുട്ടികൾക്കിടയിൽ ഒരു പെൺകുട്ടി മാത്രമുള്ള സമയത്താണ് നവാസ് പറയുന്നത്, നിങ്ങളെ നിയന്ത്രിക്കുന്നത് യാസർ എടപ്പാളാണ്, നിങ്ങളുടെ വീഡിയോകൾ, വാട്സപ്പ് റെക്കോർഡുകളൊക്കെയും യാസർ എടപ്പാളിൻ്റെ കയ്യിലുണ്ട് എന്ന്. ആ സമയത്ത് നെജുമയുടെ മറുപടി, അങ്ങനെയാണെങ്കിൽ ഈ യോഗം യാസർ എടപ്പാളുമായി യാതൊരുവിധ ബന്ധവും പാടില്ല എന്ന പ്രമേയം അവതരിപ്പിക്കട്ടെ, ഞാൻ അവതരിപ്പിക്കാം, ആരെങ്കിലും ഒരാൾ പിന്തുണച്ചാൽ മതി. ആ സമയത്ത് നവാസിൻ്റെ മറുപടി വീണ്ടും എണീറ്റെന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങളിൽ പലരും ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഇത് പറയുന്ന സമയത്ത് നെജുമ എണീറ്റ് നിൽക്കുകയാണ്. ഇതിന് വളരെ വൈകാരികമായി പറയുന്നത്, 1-2 വണ്ണം മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, എങ്കിലെങ്കിലും ഞങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാമല്ലോ എന്ന് വെച്ചാൽ, നവാസ് ഇങ്ങനെ യാസർ എടപ്പാളിനെയും ഈ ഹരിതയുടെ ഭാരവാഹികളെയും ചേർത്തുകൊണ്ട് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ ഉത്തരവാദപ്പെട്ട യോഗങ്ങളിൽ പോലും പറഞ്ഞ് അവരുടെ ഏറ്റവും നല്ല സ്വഭാവത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയാണ്. അതിലാണ് യഥാർത്ഥത്തിൽ ആ കുട്ടികൾക്ക് വലിയ രൂപത്തിലുള്ള അഭിമാനച്യുതി സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ഈ സ്വന്തം സഹപ്രവർത്തകയായ പെൺകുട്ടികളോട് പെരുമാറാൻ
ഒരു നേതാവിന്, ഒരു വിദ്യാർത്ഥി നേതാവിന് പറ്റുമോ? യഥാർത്ഥത്തിൽ ഈ നവാസ്, പി കെ നവാസ് ആരാണ്? പി കെ നവാസ് ആരാണെന്ന ചോദ്യം യഥാർത്ഥത്തിൽ തുടക്കത്തിൽ MSFകാർ ചോദിച്ചിരുന്നു. കാരണം MSFകാർക്ക് അത്ര പരിചയമുള്ളൊരു മുഖമായിരുന്നില്ല പി കെ നവാസ്. MSFൻ്റെ ഒരു ഭരണഘടനാ പ്രകാരം സംഘടനയുടെ പ്രസിഡൻ്റ് ആകുന്ന ആളുകൾ തൊട്ടു മുമ്പ് സംസ്ഥാന സഹഭാരവാഹികളായിരിക്കാം, അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട ജില്ലയിലെ പ്രസിഡന്റ് സെക്രട്ടറിമാരായിരിക്കാം. MSFന് മെമ്പർഷിപ്പ് കൂടുതലുള്ള ജില്ലകളിലെ പ്രസിഡന്റ് സെക്രട്ടറിമാർ ആയിരിക്കാം. പി കെ ഫിറോസ് MSFൻ്റെ മുൻ സംസ്ഥാന സഹഭാരവാഹി ആയതിനു ശേഷമാണ് പ്രസിഡൻ്റായി വരുന്നത്. അഷ്റഫ് അലിയും സമാനമായ രൂപത്തിലാണ് വരുന്നത്. ഏറ്റവും ഒടുവിൽ വന്ന മിസ്ഹബ് കിയരൂർ കോഴിക്കോട് ജില്ലാ MSFൻ്റെ പ്രസിഡൻ്റ് ആയതിനു ശേഷമാണ് സംസ്ഥാന പ്രസിഡൻ്റായി കടന്നു വരുന്നത്. എന്നാൽ നവാസ് മലപ്പുറത്തെ ഒരു നിയോജക മണ്ഡലത്തിലെ MSFൻ്റെ പ്രസിഡന്റ് മാത്രമാണ് ആയത്. പിന്നീട് അദ്ദേഹം MSF പ്രവർത്തനങ്ങൾ നിർത്തി യൂത്ത് ലീഗിൻ്റെ മേഖലയിലേക്ക് പോവുകയും യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രസിഡൻ്റൊക്കെ ആയതിനു ശേഷമാണ് പെട്ടെന്ന് MSFൻ്റെ പ്രസിഡൻ്റായി കടന്നു വരുന്നത്. കൗൺസിൽ അംഗങ്ങൾ 80% നവാസിനെതിരായിരുന്നു. നവാസ് വരരുത് എന്ന് സ്ട്രോങ് ആയി അഭിപ്രായം പറഞ്ഞവരാണ്. അങ്ങനെ വലിയ രൂപത്തിൽ പ്രശ്നമുണ്ടായി. പിന്നീട് വലിയ ചർച്ചകൾ നടന്നു. ചർച്ചകൾക്കൊടുവിൽ ഈ വളരെ കുറഞ്ഞ ആളുകളുടെ പിന്തുണയുള്ള നവാസിൻ്റെ നേതൃത്വത്തിൽ 9ഓളം ആളുകൾ, 10ഓളം ആളുകളും ഞങ്ങൾ 8ഓളം ആളുകളുമാണ് കമ്മിറ്റിയിലേക്ക് വരുന്നത്. ഞങ്ങളുടെ കൂടെ വന്ന ആളുകളൊക്കെയും MSFൽ കൃത്യമായ പ്രൊഫൈലുള്ളവരാണ്. മുൻ ജില്ലാ MSFൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനങ്ങളിൽ ഇരുന്നവർ, യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളിൽ ഇരുന്നവർ, അത്തരത്തിൽ വലിയ പദവികൾ വഹിച്ചവരാണ്. എന്നാൽ നവാസിൻ്റെ കൂടെ വരുന്നവരൊക്കെയും ഈ രൂപത്തിൽ നിയോജകമണ്ഡലം MSFൻ്റെ പ്രസിഡന്റ്, അതല്ലെങ്കിൽ ഏതെങ്കിലും സഹഭാരവാഹിത്വത്തിലിരുന്നവർ, അത്ര പ്രൊഫൈലേ അവർക്കുള്ളൂ. ഈ നവാസിൻ്റെ സ്പോൺസർ സാദിഖ് അലി തങ്ങളാണെന്നാണ് പുറത്തൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണോ? നവാസിന് വേണ്ടിയിട്ട് സാദിഖ് അലി തങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വല്ലാത്തൊരു അനാവശ്യമായ പിന്തുണ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നവാസിന് കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പാണക്കാട്ട് കുടുംബം എന്ന് പറയുന്നത് കേരളം അവർക്ക് കൊടുത്ത വലിയൊരു അംഗീകാരമുണ്ട്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ എന്നതിനേക്കാൾ അപ്പുറത്ത് കേരളത്തിൻ്റെ ഒരു പൊതു സ്വത്തായിട്ടാണ് പാണക്കാട് കുടുംബത്തെ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ, കേരളത്തിലെ പൊതുസമൂഹം കണ്ടത്. ഇവിടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ MSFലെ ഒരു വിഭാഗത്തിൻ്റെ ആളായി പോകുന്നുണ്ടോ, അതല്ലെങ്കിൽ നവാസിൻ്റെ നേതൃത്വത്തിൽ ചില ആളുകൾ അങ്ങനെ തങ്ങളാണ് ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന രൂപത്തിലുള്ള പരാമർശങ്ങളാണ് നടത്തുന്നത്. അത് യഥാർത്ഥത്തിൽ തങ്ങളെ ചെറുതാക്കലാണ്. അത്തരത്തിലൊരു പിന്തുണ തങ്ങൾ നൽകുന്നുണ്ടോ? നേതാക്കന്മാരായി സംസാരിക്കുന്ന സമയത്ത് ഈ ഹരിതയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പല നേതാക്കന്മാരുമായി സംസാരിച്ചിട്ടുണ്ട്. ആ സമയത്ത് നേതാക്കന്മാരെല്ലാം, ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരെല്ലാം പറഞ്ഞത് നവാസ് തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തങ്ങളിങ്ങനെ നവാസിന് പിന്തുണ കൊടുത്താൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നേതാക്കന്മാർ പറയുന്നത്. നവാസിനെ ലീഗ് നേതാക്കൾ ഭയക്കുന്നുണ്ടോ? MSFകാർക്കിടയിൽ വലിയൊരു സംശയം ഇപ്പോഴും ബാക്കിയാണ്. ഒരാൾ പ്രത്യേകിച്ചൊരു ക്വാളിറ്റിയുമില്ലാത്ത, ഒരു പിന്തുണയുമില്ലാത്ത ഒരാൾ പൂർണ്ണമായും ജനാധിപത്യ വിരുദ്ധമായി സംഘടനയുടെ ഏറ്റവും തലപ്പത്തേക്ക് എത്തുകയാണ്. പിന്നീട് ആ വ്യക്തി സംഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. ഏറ്റവും ഒടുവിൽ വലിയ രൂപത്തിലുള്ള സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന, പെൺകുട്ടികളുടെ അഭിമാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു. കേരളം പൊതുസമൂഹവും മാധ്യമങ്ങളും മുസ്ലിം ലീഗ് പാർട്ടിയെ സ്ത്രീ വിരുദ്ധമായി ചിത്രീകരിക്കുന്നു. എന്നിട്ടും നവാസിനെതിരെ നടപടിയെടുക്കാൻ നേതാക്കന്മാർ ഭയപ്പെടുന്നുണ്ട്. എന്താണ് ഇതിന് കാരണം? MSFകാർക്കിടയിലുള്ള ഒരു വലിയ ചർച്ച എന്ന് പറയുന്നത് നവാസുമായി വലിയ രൂപത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ചില ആളുകൾക്കുണ്ട്. ഈ സാദിഖ് തങ്ങൾ അതിൽ പെടുന്നുണ്ടോ, ഭയക്കുന്ന കൂട്ടത്തിൽ? നേതാക്കന്മാർ പറയുന്നത് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് നവാസിന് പിന്തുണ കൊടുക്കുന്നത് എന്നാണ്. ലത്തീഫ് ലീഗിൽ പ്രവർത്തിക്കുന്ന ഒരു കാലം, ഈ ഒരു കഴിഞ്ഞൊരു ഏറ്റവും ലേറ്റസ്റ്റായി എടുത്തു നോക്കിയാൽ ഒരുപാട് അഴിമതികൾ, ലീഗ് നേതാക്കളെ സംബന്ധിച്ച് ഒരുപാട് ക്രമക്കേടുകൾ പുറത്തു വന്ന കാലമാണ്. നമുക്കറിയാം, പാലാരിവട്ടം പാലം അഴിമതി, KM ഷാജിയുടെ അനധികൃത സ്വത്ത് സമ്പാദനം, MC ഖമറുദ്ദീൻ്റെ ഫാഷൻ കോഡ് തട്ടിപ്പ്, ചന്ദ്രികയിലെ കോടികളുടെ തട്ടിപ്പ്, കോടികളുടെ കള്ളപ്പണ നിക്ഷേപം വരുന്നു, ED ഉൾപ്പെടെ റെയ്ഡ് നടത്തുന്നൊരു സാഹചര്യം വരുന്നു. ഇതൊക്കെ നിങ്ങൾ ഈ ലീഗിനകത്തുണ്ടാകുന്നൊരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഇതൊക്കെയായിട്ട് പൊരുത്തപ്പെടാൻ പറ്റിയിരുന്നത്? യുവജന വിദ്യാർത്ഥി നേതാക്കൾക്കിടയിൽ, മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്കിടയിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ക്ലാരിറ്റി വരുത്തണമെന്നും മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ കരങ്ങൾ ശുദ്ധമായിരിക്കണമെന്നും നിർബന്ധമുണ്ടായിരുന്നു. CH മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രസ്താവനയുണ്ട്. എന്നെ ഒരുപക്ഷെ ഒരു കൊള്ളരുതാത്തവനായി പറഞ്ഞേക്കാം,
പക്ഷേ ഒരു അഴിമതിക്കാരനായി എന്നെ ഒരിക്കലും നിങ്ങൾ കേൾക്കേണ്ടി വരില്ല എന്നാണ് CH പറഞ്ഞത്. അത് തന്നെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരും യൂത്ത് ലീഗ് പ്രവർത്തകരും MSFൻ്റെ പ്രവർത്തകരും ഒക്കെയും ആഗ്രഹിക്കുന്നത്. ഈ ഇതിനകത്ത് നടത്തിയ അഴിമതിക്കാരൊക്കെ നിങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ടോ പാർട്ടിക്കകത്ത്? പാർട്ടിക്കകത്ത് അവർ കൃത്യതയും വ്യക്തതയും വരുത്തണമെന്ന് നിർബന്ധ ബുദ്ധി പിടിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഈ വിഷയം, ഈ ഹരിത വിഷയം ഉയർത്തിക്കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോൾ ലത്തീഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക്, അതുപോലെ തന്നെ ഹരിതയിലെ പെൺകുട്ടികൾക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ ആഷിഖ ഗാനത്തിനുൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളുടെ വലിയ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജുകളിൽ, പ്രത്യേകിച്ച് ഹരിതയുടെ ഭാരവാഹി, നേരത്തെ നജ്മയുടെ, മുഫീദയുടെ, തഹ്ലിയയുടെ, അങ്ങനെ ഇപ്പോൾ എൻ്റെതും ഫവാസ്, സമദ് ഉൾപ്പെടെയുള്ള MSFൻ്റെ നേതാക്കന്മാരുടെയൊക്കെ ഫേസ്ബുക്ക് പേജുകളിൽ വലിയ രൂപത്തിലുള്ള, ഒരിക്കലും മുസ്ലിം ലീഗിൻ്റെ ഐഡിയോളജിക്ക് യോജിക്കാത്ത തരത്തിലുള്ള കമൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊന്ന് അന്വേഷണം നടത്തിയ സമയത്ത് പലതും ഫേക്ക് അക്കൗണ്ടുകളാണ്. ആ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് ചിലത് തുടക്കം കുറിച്ച് കൊടുക്കുമ്പോൾ സാധാരണക്കാരായ അണികൾ അതിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് ചില ആളുകൾ അത് ഏറ്റെടുക്കുന്നുണ്ട്. എന്നിരുന്നാലും വളരെ ചുരുങ്ങിയ തരത്തിൽ, ഒരു കമൻ്റ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ തരത്തിൽ, മുസ്ലിം ലീഗിന് 25 ലക്ഷത്തോളം മെമ്പർമാരുണ്ട്, MSFന് 3 ലക്ഷത്തോളം മെമ്പർമാർ MSFനുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കെതിരെ നടപടി എടുത്തതിന് ശേഷം 100-ലധികം കൗൺസിലർമാർ ഒപ്പിട്ട് പാർട്ടി നേതൃത്വത്തിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നടപടി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടപടി എടുത്തത് തിരുത്തണമെന്നാവശ്യപ്പെട്ടിട്ട്. ലീഗിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ലീഗ് തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ള പല നേതാക്കന്മാരുടെ പ്രസംഗം നമുക്കറിയാം. കോഴിക്കോട്ട് ഭഗത് സംരക്ഷണ റാലിയിലൊക്കെ നടത്തിയ പ്രസംഗം മതമാണ് പ്രശ്നം എന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസംഗം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, KM ഷാജി ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തുന്നു. ഇത്തരമൊരു പ്രസംഗമൊക്കെ, ഇത്തരമൊരു പ്രസ്താവനയൊക്കെ വരുമ്പോൾ MSFലെയും യൂത്ത് ലീഗിലെയും ഒക്കെ ഒരു പുതിയ തലമുറയുടെ ചിന്താഗതി എന്താണ് ഇതിനെക്കുറിച്ച്? മതം ഒരിക്കലും ഒരു പ്രശ്നമല്ല. മതം മനുഷ്യന് ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള മാർഗമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഒരിക്കലൊരു സഹാബി വന്ന് ചോദിച്ചു, എന്താ പ്രവാചകരെ മതം? അദ്ദീനു മാതായ റസൂലല്ലാ. ആ സമയത്ത് പ്രവാചകൻ്റെ മറുപടി എന്ന് പറയുന്നത്, മതം എന്നാൽ അദ്ദീനുൽ ഹുസ്നുൽ ഹുൽക്ക്, മതം എന്നാൽ ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങളുള്ളവനാവുക എന്നതാണ്. സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്നവനാവുക, ഇളയവരോട് കാരുണ്യം കാണിക്കുന്നവരാവുക, നീതിമാനായ ഭരണാധികാരിയാകുക, ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്നതാണ് മതം. എൻ്റെ മകള് ഫാത്തിമ കളവ് നടത്തിയാൽ അവളുടെ കരങ്ങൾ ഞാൻ മുറിച്ചു മാറ്റുമെന്ന് പറഞ്ഞ ആളാണ് ഈ മതത്തിൻ്റെ നായകൻ. അത്തരത്തിൽ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന, യുദ്ധത്തിൽ പോലും സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കരുത് എന്ന് പഠിപ്പിച്ച ഒരു മതം. ആ മതം ഒരിക്കലും ഒരു പ്രശ്നമല്ല. മതം ഏറ്റവും നല്ല മാർഗമാണ്, മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് മതം കാണിക്കുന്നത്. ഈ പെൺകുട്ടികളെ അപമാനിച്ച PK നവാസും നവാസിനെ സംരക്ഷിക്കുന്ന നേതാക്കളുമൊക്കെയാണ് ഇത്തരം പ്രസംഗങ്ങൾ നടത്തുന്നത്. അന്നത്തെ പ്രസംഗങ്ങൾ, ചില പരാമർശങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയ പാർട്ടി പ്രവർത്തകർക്കിടയിലുള്ള ഇമേജ്, അതല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരെ വൈകാരികമായി സംഘടിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. MSFകാർക്കിടയിൽ, യൂത്ത് ലീഗുകാർക്കിടയിൽ, മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്കിടയിൽ പോലും ആ തരത്തിലുള്ള പരാമർശങ്ങൾക്കെതിരെയൊക്കെ വലിയ രൂപത്തിൽ വിയോജിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ലീഗിൽ നിന്ന് പുറത്തു പോയാൽ മതത്തിൽ നിന്നും പുറത്തു പോവുകയാണ് എന്ന തരത്തിലുള്ള ഈ നേതാക്കളുടെ അഭിപ്രായത്തോട് ലത്തീഫ് യോജിക്കുന്നുണ്ടോ? ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നതും ചേരാതിരിക്കുന്നതും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്നതാണെന്ന വിശ്വാസം പണ്ഡിതന്മാർക്കില്ല. മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ അങ്ങനെ ഒരു അഭിപ്രായമില്ല. അത്തരത്തിൽ അഭിപ്രായം പറയേണ്ടത് അവരാണ്. ലത്തീഫിൻ്റെ അഭിപ്രായം എന്താണ്? മതത്തിൻ്റെ വിഷയങ്ങളിൽ മതപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിനൊപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. മുൻകാലങ്ങളിൽ മുസ്ലിം ലീഗിന് നേതൃത്വം കൊടുത്തവർ വലിയ മതപണ്ഡിതന്മാരായിരുന്നു. ഇപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടുമാണോ എന്ന് ചോദിച്ചാൽ ചില സമയത്ത് അല്ലെന്ന് പറയേണ്ടി വരും. നമ്മുടെ രാജ്യത്തിന് തന്നെ വലിയ ഭീഷണിയാവുന്ന രീതിയിലേക്ക് BJP മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലും കേരളത്തിലെ ലീഗ് നേതാക്കൾ പറയുന്നത് തങ്ങളുടെ പ്രധാനപ്പെട്ട ശത്രു കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നാണ്. ലീഗിൻ്റെ പുതിയ തലമുറ ആ ഒരു വാദഗതിയോട് യോജിക്കുന്നുണ്ടോ? രാഷ്ട്രീയപരമായിട്ട് ഇന്ന് പൊതുശത്രു എന്ന് പറയുന്നത് RSS BJPയും തന്നെയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ എന്താണ് ലീഗിൻ്റെ പ്രസക്തി? എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ലീഗിന്? യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് പാർട്ടി ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ട് CHൻ്റെ സീതി സാഹിബിൻ്റെ കാഴ്ചപ്പാടുകളും രാഷ്ട്രീയ പ്രായോഗികതയും ഉൾക്കൊണ്ടുകൊണ്ട്
പാണക്കാട്ട് നിന്ന് ഒരു പാർട്ടി വലുതായി അത് മലപ്പുറത്തിൻ്റെയും മലബാറിൻ്റെയും അതിർവരമ്പുകൾക്കപ്പുറത്ത് കേരളത്തിൻ്റെയും അതിർവരമ്പുകൾ കടന്ന് ഈ രാജ്യത്തെ പിന്നോക്കക്കാരൻ്റെ പ്രതീക്ഷയാകുന്ന ഒരു പാർട്ടിയായി വളരണമെന്നാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ആഗ്രഹിച്ചത്. ആ പാർട്ടി മുസ്ലിം ലീഗിൻ്റെ കേരള സ്റ്റേറ്റ് പ്രഥമ പ്രസിഡൻ്റായിരുന്ന സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ മുഅല്ലയിലെ ഹറമിൻ്റെ ഭരണാധികാരികൾ ആ പാർട്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് വരെ ആഗ്രഹമുള്ളവരാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ. പക്ഷേ ഇന്ന് മുസ്ലിം ലീഗ് ഇന്ത്യയിൽ നിന്ന് ചെറുതായി കേരളത്തിലേക്കും കേരളത്തിൽ നിന്ന് മലബാറിലേക്കും മലബാറിൽ നിന്ന് മലപ്പുറത്തേക്കും മലപ്പുറത്ത് നിന്ന് ചില പ്രദേശങ്ങളിലേക്കും ചുരുങ്ങിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് ഈ പാർട്ടി വലിയ രൂപത്തിൽ കെട്ടിപ്പൊക്കണമെന്ന ആഗ്രഹമില്ലെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ചുമതലയുള്ള PMA സലാം പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടി BJPയുടെ വോട്ടും വാങ്ങാമെന്നാണ്. അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ശബ്ദരേഖ ഉൾപ്പെടെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇത് ആ കോലീബി സഖ്യം ഇപ്പോഴും നിലവിലുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയല്ലേ? സലാം സാഹിബിൻ്റെ അത്തരത്തിലുള്ളൊരു പരാമർശത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ബഹറിൽ മുസല്ലയിട്ട് നിസ്കരിക്കേണ്ടി വന്നാലും ഒരിക്കലും സാധ്യമായൊരു കാര്യമല്ല ബഹറിൽ മുസല്ലയിട്ട് നിസ്കരിക്കുക എന്ന് പറയുന്നത്. CHൻ്റെ വചനങ്ങളാണ്. ബഹറിൽ മുസല്ലയിട്ട് നിസ്കരിക്കേണ്ടി വന്നാലും ഞങ്ങൾ RSSകാരെ വിശ്വസിക്കുകയില്ല എന്നതാണ് CHൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ്റെ നേതൃത്വം കൊടുത്ത പാർട്ടി BJPയുടെ വോട്ടും വാങ്ങാമെന്ന് അതിൻ്റെ ജനറൽ സെക്രട്ടറി പറയുന്ന സമയത്ത് വലിയ പ്രയാസം പാർട്ടി പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുണ്ട്. PMA സലാം ഇത് പറയുന്നു. ഇതിനു മുമ്പ് തന്നെ, അതായത് പാർലമെൻറ്റിൽ വളരെ നിർണായകമായ നിലപാട് BJPക്കെതിരെ നിർണായകമായ നിലപാട് സ്വീകരിക്കേണ്ട സാഹചര്യത്തിൽ ലീഗിൻ്റെ MP മാർ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള MP മാർ പാർലമെൻറ്റിൽ ഹാജരാകാതെ അവിടെ നിന്ന് മാറി നിന്ന സാഹചര്യം ഉൾപ്പെടെ നമ്മുടെ നാട് കണ്ടതാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ യഥാർത്ഥത്തിൽ പാർലമെൻറ്റിലേക്ക് മുസ്ലിം ലീഗ് പ്രവർത്തകർ പറഞ്ഞയക്കുന്നത് അഹമ്മദ് സാഹിബിൻ്റെ പകരക്കാരനായിക്കൊണ്ടാണ്. അഹമ്മദ് സാഹിബ് MSFൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയിലിരുന്ന് വലിയ രൂപത്തിൽ പാർട്ടി കെട്ടിപ്പൊക്കുന്നതിനും ഇന്ത്യയുടെ ജനാധിപത്യ മുന്നേറ്റത്തിന് BJPയെ തടഞ്ഞു നിർത്തുന്നതിനൊക്കെ വളരെ കൃത്യമായ രൂപത്തിൽ നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയാണ്. അഹമ്മദ് സാഹിബിൻ്റെ പകരക്കാരനായി MSFൻ്റെ മുൻ സംസ്ഥാന ട്രഷറർ കൂടിയായിരിക്കുന്ന വിദ്യാർത്ഥി കാലത്തെ ഈ സംഘടനയോടൊപ്പം ചേർന്ന ഒരു വ്യക്തിയെ മുസ്ലിം ലീഗ് പാർട്ടി കണ്ടെത്തുകയും അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞയക്കുകയും ചെയ്യാണ്. പക്ഷേ ഒരിക്കലും ആ പ്രതീക്ഷക്കൊത്തുയരാൻ അദ്ദേഹത്തിന് സാധ്യമായിട്ടില്ല. അദ്ദേഹം തിരിച്ചു വന്നത് വലിയ രൂപത്തിൽ പാർട്ടി പ്രവർത്തകരെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്, നിരാശരാക്കിയിട്ടുണ്ട്. അത് UDFൻ്റെ തോൽവിയിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട്, പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ വോട്ട് ശതമാനത്തിൽ ലീഗ് പുറകോട്ട് പോകുന്നു. പ്രതീക്ഷ മുന്നേറ്റം ഉണ്ടാക്കാൻ മലബാറിൽ പറ്റുന്നില്ല. അതിലൊക്കെ കുഞ്ഞാലിക്കുട്ടിയുടെ തിരിച്ചുവരവ് ഒരു കാരണമായിട്ടുണ്ടോ? കുഞ്ഞാലിക്കുട്ടി സാഹിബ് തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെ രാജിവെച്ച് തിരിച്ചു വന്നത് പാർട്ടി പ്രവർത്തകർക്ക് വലിയ പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ട്. അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അധികാരത്തിന് വേണ്ടിയിട്ട് മാത്രമാണോ ഞങ്ങളുടെ നേതാക്കന്മാർ പ്രവർത്തിക്കുന്നത് എന്നൊരു പ്രയാസം അവർക്കുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും ആ വരവ് പാർട്ടിയിലുള്ള അണികളുടെ വിശ്വാസം, ജനാധിപത്യ കേരളത്തിൻ്റെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും അത് UDFൻ്റെ പരാജയത്തിലേക്ക്, വോട്ട് ചോർച്ചയിലേക്കൊക്കെ എത്താനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണങ്ങളാണ്. ലീഗിൽ നടക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച്, അഴിമതികളെക്കുറിച്ചൊക്കെ മൊയ്നലി തങ്ങൾ വളരെ വിശദമായ ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്കൊക്കെ വളരെ പ്രയാസമുണ്ടായത് മൊയ്നലി ശിഹാബ് തങ്ങൾ ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകനാണ്. ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകൻ മുസ്ലിം ലീഗ് ഓഫീസിൽ നിന്ന് ഒരു പരാമർശം നടത്തിയിട്ട് അദ്ദേഹത്തെ വളരെ മോശമായി തെറിവിളിക്കുകയാണ് ഒരാൾ പാർട്ടി ഓഫീസിൽ നിന്ന്. പാർട്ടി ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ തെറിവിളിച്ചിട്ട് തെറിവിളിച്ച ആൾ മുസ്ലിം ലീഗ് ഓഫീസിനകത്തേക്കും മൊയ്നലി ശിഹാബ് തങ്ങൾ പുറത്തേക്കുമാണ് പോകുന്നത്. നിങ്ങൾക്ക് ആ രംഗം പരിശോധിച്ചാൽ നിങ്ങൾക്കത് ബോധ്യമാവും. മൊയ്നലി ശിഹാബ് തങ്ങൾ, ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകൻ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അടുത്ത നേതൃത്വത്തിലേക്ക് വരേണ്ട ഒരാൾ, അദ്ദേഹം പാർട്ടി ഓഫീസിൽ നിന്ന് പുറത്തേക്കും അദ്ദേഹത്തെ ഒരിക്കലും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിൽ തെറിവിളിച്ച ഒരാൾ പാർട്ടി ഓഫീസിനെ അകത്തേക്കുമാണ് പോകുന്നത്. ഇതേ വ്യക്തി നേരത്തെ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ മകൻ ഡോക്ടർ MK മുനീർ സാഹിബിനെ
കോഴിക്കോട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ മുന്നിൽ വെച്ച് മർദ്ദിക്കുന്ന സാഹചര്യവും ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആരാണ് ഇവർക്കൊക്കെ പിന്തുണ? ഈ അക്രമികൾക്കൊക്കെ, ഈ നേതാക്കൾക്കൊക്കെ എതിരെയൊക്കെ ഇത്തരം ഒരു കയ്യേറ്റം ഉൾപ്പെടെ നടത്തുന്ന ഈ അക്രമികൾക്ക് ആരാണ് ലീഗിൽ പിന്തുണ നൽകുന്നത്? മുസ്ലിം ലീഗിൽ അങ്ങനെ ഒരു പിന്തുണ ഒരാൾ പ്രത്യേകിച്ച് കൊടുക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇനി ഞങ്ങൾ അറിയാതെ ആരെങ്കിലും പിന്തുണ കൊടുക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതാണ്. ഈ മുസ്ലിം ലീഗിൻ്റെ അഴിമതി, അതേപോലെ തന്നെ ഈ സ്വജനപക്ഷപാതം, തീവ്ര വർഗീയ നിലപാട്, ഇതിലൊക്കെ പ്രതിഷേധിക്കുന്ന ഒരുപാട് യുവ പ്രവർത്തകർ ഈ സംഘടനകത്തുണ്ട്. അവരൊക്കെ ഇതിനെതിരെ പ്രതികരിച്ച് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ടോ? പ്രതികരിച്ചാൽ പുറത്താകുമെന്ന കാര്യം ഉറപ്പാണ്. ഞങ്ങൾ പ്രതികരിച്ച കാരണത്താലാണല്ലോ പുറത്തായത്. മുസ്ലിം ലീഗിൻ്റെ ഐഡിയോളജി ഒരിക്കലും അങ്ങനെയല്ല. മുസ്ലിം ലീഗിനെ കേരളം സ്വീകരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ മതേതരത്വ മുഖമാണ്. മുസ്ലിം ലീഗ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇതിൻ്റെ മുൻകാല നേതാക്കന്മാർ അവർ മരിച്ചു പോകുന്ന സമയത്ത് വലിയ ബാധ്യതകൾ, കടബാധ്യതകളുള്ളവരായിട്ടാണ് അവർ മരിച്ചു പോകുന്നത്. അവർ പാർട്ടി നേതൃത്വത്തിലേക്ക് വരുന്ന സമയത്ത് അവരുടെ സ്വത്ത് വിവരവും, അവർ മരിച്ചു പോകുന്ന സമയത്ത് അവരുടെ സ്വത്ത് വിവരവും കണക്കാക്കുന്ന സമയത്ത് വലിയ നഷ്ടം സംഭവിച്ചവരാണ് മുസ്ലിം ലീഗിൻ്റെ പൂർവ്വകാല നേതാക്കന്മാർ. പക്ഷേ പുതിയ കാലത്ത് പരിശോധിക്കുന്ന സമയത്ത് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പുറത്താക്കപ്പെട്ട സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷൈജൽ കോടതിയിൽ പോയി അനുകൂല വിധി വാങ്ങിയിട്ടുണ്ട്. എന്താണ് ലത്തീഫിൻ്റെയും കൂടെയുള്ള മറ്റുള്ളവരുടെയും ഭാവി പദ്ധതികൾ? ഒരു വിദ്യാർത്ഥി സംഘടന, അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, ഇന്ന് MSFനെ സംബന്ധിച്ചിടത്തോളം അതിന് നേതൃത്വം കൊടുക്കുന്ന 3 പേരും വലിയ കുറ്റകൃത്യങ്ങൾ നിർവഹിച്ചവരാണ്. നവാസിൻ്റെ പേരിൽ സ്ത്രീകളോട് മോശമായി പെരുമാറി എന്ന കാരണത്താൽ ഒരു കേസ് നിലനിൽക്കുകയാണ്. സെക്രട്ടറിയായി ചാർജ് എടുത്ത ആൾ ആബിദ് ആറങ്ങാടി ഒരു മണൽ മാഫിയക്ക് നേതൃത്വം കൊടുത്തു എന്ന കാരണത്താൽ 14 ദിവസം ജയിലിൽ കിടന്ന ആളാണ്. ട്രഷറർ CK നജാഫ് വലിയ രൂപത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തി വലിയ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി തെളിയിക്കപ്പെട്ട വിഷയങ്ങളാണ്. പലരെയും സാമ്പത്തികമായി വലിയ വഞ്ചന നടത്തിയ, പ്രവാസികളെപ്പോലും വലിയ വഞ്ചന നടത്തുന്നതിന് നേതൃത്വം കൊടുത്ത ആളാണ് CK നജാഫ്. ഈ 3 പേര് ഒരു സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് അവരൊരിക്കലും ഈ രാജ്യത്തിൻ്റെ കോടതി വിധിയെയൊന്നും അംഗീകരിക്കാൻ സാധ്യതയില്ല എന്ന് കൃത്യമായ രൂപത്തിൽ നമുക്ക് മുന്നിൽ തെളിയിക്കപ്പെടുകയാണ്. ഷൈജൽ കോടതിയിൽ നിന്ന് അനുകൂലമായി വിധി വാങ്ങി എല്ലാ യോഗങ്ങളിലും ഷൈജലിനെ പങ്കെടുപ്പിക്കണമെന്ന ഉത്തരവുമായിട്ടാണ് MSFൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് ഷൈജൽ കടന്നു വരുന്നത്. പക്ഷേ ആ വിധി ഒന്ന് വായിച്ചു നോക്കാൻ പോലും ഇവർ തയ്യാറാകുന്നില്ല. കോടതിയെപ്പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ അവർ മാറുകയാണ്. ലത്തീഫിൻ്റെ ഭാവി പദ്ധതി എന്താണ്? പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഭാവി പദ്ധതി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയത്തിലുണ്ടാവില്ലേ? രാഷ്ട്രീയത്തിലുണ്ടാവും. രാഷ്ട്രീയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സേവന പ്രവർത്തനങ്ങൾ നടത്തുക, രാഷ്ട്രത്തോട് പ്രതിബദ്ധത കാണിക്കുക. ഇവിടെ ബേസിക് നീഡ്സ് ലഭിക്കാത്ത, അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കാത്ത അനേകായിരം വിദ്യാർത്ഥികൾ, അതുപോലെ സാധാരണക്കാരായ മനുഷ്യരുണ്ട്. ഭക്ഷണം ലഭിക്കാത്തവർ, വസ്ത്രം ലഭിക്കാത്തവർ, പാർപ്പിടം ലഭിക്കാത്തവർ, അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ, സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ ശരിയായ നിലപാടുകളിൽ ഉറച്ചു നിന്ന് ഇനിയും പൊതുപ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.